ഉത്തിതനായ ക്രിസ്തുവിന്റെ വിശ്വാസ ചൈതന്യവും പ്രേഷിത ദൗത്യവും ഹൃദയത്തിലേറ്റി മാർ തോമാശ്ലീഹ ഭാരതമണ്ണിൽ ക്രൈസ്തവ വിശ്വാസത്തിന് AD 52 മുതൽ തുടക്കമിട്ടു. തൃശൂരിലുള്ള കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയ മാർ തോമാശ്ലീഹ സ്ഥാപിച്ച ഇന്ത്യയിലെ പ്രഥമ ക്രൈസ്തവ സമൂഹമാണ് തൃശൂർ അതിരൂപതയിലെ പാലയൂരിലേത്. ഈ ശ്ലൈഹിക പാരമ്പര്യത്തിന്റെ സജീവ സാക്ഷ്യത്തിന്റെ തുടർച്ചയാണ് മാർത്തോമാ ക്രിസ്ത്യാനികളുടെ ചിരകാല സ്വപ്നങ്ങളും അഭ്യർത്ഥനകളും പരിഗണിച്ചുകൊണ്ട് 1887 മെയ് 20 ഭാരതത്തിലെ സുറിയാനി കത്തോലിക്കർക്കു മാത്രമായി ക്വാദിയാം പ്രീതം എന്ന തിരുവെഴുത്തു വഴി ഭാഗ്യസ്മരണാർഹനായ ലിയോ 13 മാർപ്പാപ്പ തൃശൂർ വികാരിയത്ത് കോട്ടയം വികാരിയത്തിനൊപ്പം സ്ഥാപിച്ചത്. ഭാരതത്തിൻ്റെയും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും ഈറ്റില്ലവും ശ്ലൈഹിക പാരമ്പര്യത്തിൻ്റെയും രാഷ്ട്രീയ സാംസ്കാരിക പൈതൃകത്തിൻ്റെ കേന്ദ്രവുമായ ആദ്യ നൂറ്റാണ്ടിൽ ചേര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന പ്രവിശ്യയായിരുന്ന കൊടുങ്ങല്ലൂർ ഉൾപ്പെടുന്ന പേരാറിനും പെരിയാറിനും ഇടയിലുള്ള ഭൂപ്രദേശമായിരുന്നു തൃശൂർ വികാരിയത്തായി രൂപീകൃതമായത്. 1923 രൂപതയായും 1995 അതിരൂപതയായും തൃശൂർ അതിരൂപത ക്രൈസ്തവ വിശ്വാസത്തിലും ശ്ലൈഹിക പാരമ്പര്യത്തിലും ആഗോള കത്തോലിക്ക സഭയുമായുള്ള ബന്ധത്തിലും വളർന്നു. 137 വർഷങ്ങൾക്കിടയിൽ സഭാ സമൂഹത്തിന് നേതൃത്വം നൽകിയത് 9 ഇടയശ്രേഷ്ഠരാണ്. ആംഗ്ലോ ഇന്ത്യൻ വംശജനായ മാർ അഡോൾഫ് മെഡ്ലിക്കോട്ട് 1896 മുതൽ തദ്ദേശീയ വികാരി അപ്പസ്തോലിക്കയായി മാർ ജോൺ മേനാച്ചേരി 1921 മുതൽ തൃശൂർ രൂപതയുടെ പ്രഥമ തദ്ദേശീയ മെത്രാനായിരുന്ന മാർ ഫ്രാൻസിസ് വാഴപ്പിള്ളി 1944 മുതൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ സംബന്ധിച്ച ദീർഘവീക്ഷണത്തിനുടമയും ധീരനിലപാടുകളുടെ ഉടമയുമായ മാർ ജോർജ് ആലപ്പാട്ട്, പാവങ്ങളുടെ പിതാവ് എന്ന പേരിൽ വിഖ്യാതനും തൃശൂർ അതിരൂപതയുടെ പ്രഥമ മെത്രാപ്പൊലീത്തയും പ്രശസ്ത വാഗ്മിയുമായിരുന്ന മാർ ജോസഫ് കുണ്ടുകുളം 1997 മുതൽ തൃശൂരിലെ ദൈവജനത്തിന്റെ ഹൃദയം കവർന്ന മാർ ജേക്കബ് തൂങ്കുഴി, തൃശൂർ അതിരൂപതയുടെ പ്രഥമ സഹായമെത്രാനും കാനൻ നിയമവിദഗ്ധനും ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ തലവനുമായ മാർ ആൻഡ്രൂസ് താഴത്ത് എന്നിവരാണ് തൃശൂർ അതിരൂപതയെ ഈ കാലഘട്ടം വരെ നയിച്ചത്. ഈ ഇടയശ്രേഷ്ഠന്മാർക്ക് മെത്രാൻ ശുശ്രൂഷയിൽ സഹായ മെത്രാന്മാരായി വർത്തിക്കുന്ന മാർ റാഫേൽ തട്ടിൽ, മാർ ടോണി നീലങ്കാവിൽ എന്നിവരെയും അഭിമാനത്തോടെ സ്മരിക്കുന്നു. മാർ തോമാശ്ലീഹായിൽ നിന്നും വിശ്വാസ പാരമ്പര്യവും സാക്ഷ്യജീവിതവും കൈമുതലാക്കി സേവനപാതയിൽ തൃശൂർ എന്ന അതേ നാമത്തിൽ ഇടമുറിയാത്ത 137 വർഷത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടാവുന്ന ഏക സീറോ മലബാർ രൂപതയാണ് തൃശൂർ അതിരൂപത. നിരവധിയായ ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള തൃശൂർ അതിരൂപത 2023-24 കാലഘട്ടത്തിലും അത് ക്രിസ്തുസാക്ഷ്യത്തിനായി തുടർന്നുകൊണ്ടിരിക്കുന്നു. ഷംഷാബാദ് രൂപതയുടെ മെത്രാനും തൃശൂർ അതിരൂപതയുടെ സഹായമെത്രാനുമായിരുന്ന നമ്മുടെ അതിരൂപതാംഗം മാർ റാഫേൽ തട്ടിൽ കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ പദവികളിലൊന്നിലേക്ക് പൗരസ്ത്യ സഭകളിലൊന്നായ സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായി ഉയർത്തപ്പെട്ടതിന് സാക്ഷിയായി പരിശുദ്ധ സിംഹാസനത്തോടും സീറോ മലബാർ സഭയോടും ചേർന്ന് നിന്നുകൊണ്ട് സീറോ മലബാർ സഭയിലും ആഗോള കത്തോലിക്ക സഭയിലും തൃശൂർ അതിരൂപത നൽകിയ ശ്ലൈഹിക ശുശ്രൂഷയുടെയും വിശ്വാസ സാക്ഷ്യ ജീവിതത്തിൻ്റെയും ദൈവിക പ്രതിസമ്മാനമായി ഈ വലിയ ശുശ്രൂഷാ പദവിയെ ഞങ്ങൾ ദൈവജനം കാണുന്നു. ഇക്കാലഘട്ടത്തിൽ തൃശൂർ അതിരൂപതയെ ധീരതയോടെയും വിശ്വാസ സാക്ഷ്യത്തോടെയും നയിക്കുന്ന മാർ ആൻഡ്രൂസ് താഴത്ത് മെത്രാപ്പൊലീത്തായ്ക്കും സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ പിതാവിനും തുടർന്നും ഈ സഭാ സമൂഹത്തെ നയിക്കുവാൻ സർവശക്തനായ ദൈവം കരുത്തു നൽകട്ടെ. തൃശൂർ അതിരൂപത എന്നഭിമാനം